കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ്, ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇഗ്നോ ഫോക്കസ് 5.0യുടെ ഭാഗമായി BCOC 136 ബികോംകാരുടെ ഒരു കോമൺ പേപ്പറാണ്. സെക്കൻഡ് ഇയേഴ്സിന്റെ ബികോം എഫും ബികോം ജിക്കും രണ്ടുപേർക്കും ഉള്ള സെക്കൻഡ് ഇയർ പേപ്പറായ ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസിന്റെ ഒരു ഇൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. നിങ്ങൾക്ക് നിലവിൽ ഈ ഇഗ്നോ ഫോക്കസ് ഇതുവരെ കണ്ടവർക്ക് അറിയാം. നമ്മൾ ഇതിനകത്ത് മെയിൻ ആയിട്ട് നോക്കുന്നത് നമ്മുടെ ഓരോ ബ്ലോക്ക് വൈസും ഓരോ യൂണിറ്റ് വൈസും അല്ലെങ്കിൽ ഓരോ ടോപ്പിക് വൈസും ഇതിലാണ് നമ്മൾ ഈ ഒരു എക്സാം ബേസ്ഡ് ആയിട്ട് പഠിക്കുന്ന സമയത്ത്. ഇപ്പം ഡിസംബർ എക്സാം ഇനി അടുത്തല്ലേ, അടുത്ത ദിവസം എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏതിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് എക്സാംസിന് സ്കോർ ചെയ്യാൻ അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്ന രീതിയിലുള്ള ഒരു ഇൻ ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് ഈ ഒരു സെഷനകത്ത് നോക്കാൻ പോകുന്നത്. ഓരോന്നിലും റിപ്പീറ്റഡ് നേച്ചറോ അല്ലെങ്കിൽ സാധാരണ കണ്ടുവരുന്ന ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെങ്കിൽ ഏത് ഫോർമാറ്റിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളതെല്ലാം നമ്മൾ ഈ ഒരു സെഷനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനെ ബേസ് ചെയ്ത് നിങ്ങൾ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ റിവിഷൻ ക്ലാസ്സും എക്സാം ഓറിയന്റഡ് സ്റ്റഡീസും എല്ലാം പോവുക. അത് വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് പോർഷനുമായിട്ട് നല്ലൊരു ഡയറക്റ്റ് കണക്ഷൻ കിട്ടാനും പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാനും പോർഷൻ കവർ ചെയ്ത് നല്ല ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ എക്സാംസ് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നല്ല സ്കോറോടുകൂടി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സത്യമായിട്ട് തന്നെ നമുക്ക് പറയാനുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ് നമുക്ക് ഈ ഒരു ജൂൺ 2025 വരെയുള്ള അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഈ ഒരു സബ്ജക്റ്റിന് കണ്ടുവരുന്ന നോർമൽ ടെൻഡൻസിയും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് നടത്തിയിരിക്കുന്നത്. ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് ഏതിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു സെഷനകത്ത് നോക്കാൻ പോകുന്നത്. ആ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കമ്മിങ് ഡിസംബർ എക്സാമിന് നമുക്ക് ഏറ്റവും നല്ലതായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് സിലബസ് മാപ്പിംഗ് നോക്കുന്നുണ്ട്, ബ്ലോക്ക് വൈസ് ആയിട്ടും യൂണിറ്റ് വൈസ് ഒക്കെ ഉള്ള കാര്യങ്ങളും എക്സാം പാറ്റേൺസ് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അതിന്റെ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻസും കാര്യങ്ങളും അതേപോലെ തന്നെ റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് ഏതാണ് നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നും ഏത് ടോപ്പിക്കാണ് കൂടുതൽ പ്രോബബിൾ ആയിട്ട് നോക്കേണ്ടതെന്നും പറയുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റിൽ നമ്മളൊരു മോക്ക് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഈ ഒരു അനാലിസിസിന്റെ ബേസിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു അപ്കമിങ് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ സ്റ്റുഡൻസ് ആണ് എങ്കിൽ നിങ്ങളുടെ ആപ്പിൽ അതിന്റെ ആൻസർ കീസും അവൈലബിൾ ആയിരിക്കും. അത് വെച്ച് നിങ്ങൾക്ക് ആൻസേഴ്സ് റെഫർ ചെയ്ത് നോക്കുകയും ചെയ്യും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മൾ സിലബസ് മാപ്പിംഗ് ആണ് നോക്കുന്നത്. ഓരോ ബ്ലോക്ക് വൈസ് അല്ലെങ്കിൽ യൂണിറ്റ് വൈസ് നോക്കുമ്പോൾ എങ്ങനെയാണ് അല്ലെങ്കിൽ ഓരോന്നിന്റെ റിലവൻസ് എത്രത്തോളം ഉണ്ട്, ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ഹൈ ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക് ഏത്, ലോ ഉള്ളത് ഏത് എന്നൊരു ഡീറ്റെയിൽഡ് സ്റ്റഡി ആയിരുന്നു നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കുന്നത്. ഫസ്റ്റിൽ തന്നെ നമ്മൾ ബ്ലോക്ക് 1 ഫണ്ടമെന്റൽസിന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ അതിലെ ഫസ്റ്റ് യൂണിറ്റ് കൺസെപ്റ്റ്സ് ഓഫ് ഇൻകം അസസ്മെന്റ് ഇയർ ആൻഡ് പ്രീവിയസ് ഇയർ AY ആൻഡ് PY. അത് നമുക്ക് 11 പ്രാവശ്യം ചോദിച്ച് കാണുന്ന ഒരു ടോപ്പിക്കാണ്. ആ ടോപ്പിക്ക് ഹൈ റിലവന്റ് എന്ന രീതിയിൽ തന്നെ പറയാൻ പറ്റും. അതായത് നമ്മളിപ്പോ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അസസ്മെന്റ് ഇയറും പ്രീവിയസ് ഇയറും അതിന്റെ കൺസെപ്റ്റ്സും കാര്യങ്ങളും മെയിൻ ആണ്, അതിന്റെ ബേസ് ആണ് അല്ലെ. ഇൻകം ടാക്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ബേസ് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണിത്. അത് മസ്റ്റ് ആയിട്ട് കവർ ചെയ്യണം. അത് 11 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഹൈ റിലവന്റ് ആണ്. ദെൻ യൂണിറ്റ് 2 ഒരു ടോപ്പിക്കാണ് അഗ്രികൾച്ചർ ആൻഡ് കാഷ്വൽ ഇൻകം. അതെന്താണ് അല്ലെങ്കിൽ അത് ഏത് കേസിലാണ് അത് എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അത് 13 പ്രാവശ്യം ചോദിച്ചു കാണുന്നുണ്ട്, ഹൈ റിലവന്റ് ടോപ്പിക്കാണ്. യൂണിറ്റ് 3 റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ഇൻസിഡൻസ് ഓഫ് ടാക്സ്. അതായത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയാണ് നമ്മൾ അസസ് ചെയ്യുന്നതെന്നും അതായത് ഒരാള് നോൺ റെസിഡന്റ് ആണോ അല്ലെങ്കിൽ റെസിഡന്റ് ആണോ അല്ലെങ്കിൽ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണോ എങ്ങനെയാണ് അസസ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ നമുക്ക് 10 പ്രാവശ്യം ചോദിച്ചു കാണുന്നുണ്ട്, ഹൈ റിലവന്റ് ടോപ്പിക് തന്നെയാണ്.
യൂണിറ്റ് 4 എക്സംപ്റ്റഡ് ഇൻകം. എക്സംപ്റ്റഡ് ഇൻകം എന്ന് പറയുന്ന ഒരു ഹെഡ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ചില ഇൻകംസ് നമുക്ക് എന്താണ് നമ്മളുടെ ഈ ഒരു കാൽക്കുലേഷനിൽ നിന്ന് എക്സംഷൻ ഉണ്ട് അല്ലെ. അപ്പൊ അത് 7 പ്രാവശ്യമാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത് ആ ഒരു ടോപ്പിക്ക്. മീഡിയം കാറ്റഗറി 10 താഴെയുള്ളതിനെ നമ്മൾ മീഡിയം കാറ്റഗറി എന്നാണ് പറയുന്നത്. അപ്പൊ മീഡിയം കാറ്റഗറി എന്ന രീതിയിൽ അല്ലെങ്കിൽ റെലവെന്റ് എന്ന രീതിയിൽ ആ ഒരു ടോപ്പിക്ക് പറയാം. ബ്ലോക്ക് 2 സാലറീസിന്റെ പോർഷൻ ചോദിച്ച് നോക്കിക്കഴിഞ്ഞാൽ യൂണിറ്റ് 5 സാലറീസ് സ്ട്രക്ചർ അലവൻസസ് ആൻഡ് ഗ്രാറ്റുവിറ്റി 3 ടോപ്പിക് എന്ന് പറയുന്നത് 14 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കാണുന്നുണ്ട്. ഹൈ റിലവന്റ് ടോപ്പിക്കാണ്. പ്രത്യേകിച്ച് സാലറീസിന്റെ പോർഷന്റെ സമയത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അതൊരു ഇമ്പോർട്ടന്റ് പോർഷൻ തന്നെയാണ് സാലറീസ് എന്ന് പറയുന്നത്. അത് മസ്റ്റ് ആയിട്ട് കവർ ചെയ്ത് പോവുക. യൂണിറ്റ് 6 വരുമ്പോൾ പെർക്യൂസിറ്റ്സ് ആൻഡ് വാലുവേഷൻ അത് 12 പ്രാവശ്യം ചോദിച്ച് കാണുന്നുണ്ട്. ഹൈ കാറ്റഗറിയിൽ തന്നെ വരുന്ന ഒരു ടോപ്പിക്കാണ്. യൂണിറ്റ് 7 പ്രൊവിഡന്റ് ഫണ്ട് പി എഫിന്റെ കാര്യവും സെക്ഷൻ 80C ഭാഗമൊക്കെ വരുന്നത് 8 പ്രാവശ്യം നമുക്ക് ചോദിച്ചിട്ടുണ്ട്. മീഡിയം റെലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ബ്ലോക്ക് 3 ഹൗസ് പ്രോപ്പർട്ടി ആൻഡ് ബിസിനസിന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ യൂണിറ്റ് 8 ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു ടോപ്പിക് ഉണ്ട്. അത് നമുക്ക് 10 പ്രാവശ്യം ചോദിച്ചു കാണുന്നുണ്ട്. ഹൈ റെലവന്റ് ടോപ്പിക്കാണ്. അതേപോലെ ബിസിനസ് ഇൻകം ആൻഡ് ഡിപ്രീസിയേഷൻ യൂണിറ്റ് 9 പോർഷൻ 8 പ്രാവശ്യം ചോദിച്ചു കാണുന്നുണ്ട്. അതൊരു മീഡിയം കാറ്റഗറി എന്നും റെലവന്റ് എന്ന രീതിയിലും. യൂണിറ്റ് 10 ഡിറക്ഷൻസ് ആൻഡ് ബിസിനസ് ഹെഡ് അത് 6 പ്രാവശ്യമാണ് ചോദിച്ചു കാണുന്നത്. മീഡിയം റെലവന്റ് എന്ന രീതിയിലും. യൂണിറ്റ് 11 ഡിസലവൻസ് ഓഡിറ്റ് അല്ലെങ്കിൽ പെർസെപ്റ്റീവ് ടാക്സ് ഇതൊക്കെ നമുക്ക് 5 പ്രാവശ്യമേ ചോദിച്ചു കണ്ടിട്ടുള്ളൂ. അതിനെ മീഡിയം റെലവന്റ് എന്ന രീതിയിൽ ടോപ്പിക്ക് പറയാം. അപ്പൊ ഈ ഒരു ബ്ലോക്ക് 3 ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഓൾറെഡി നമ്മൾ ക്ലാസിന്റെ ടൈമിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കാണുന്ന ഒരു പോർഷനാണ്. 10 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഹൈ റെലവന്റ് ടോപ്പിക്കാണ്. ബ്ലോക്ക് 4 ക്യാപിറ്റൽ ഗെയിൻസ് ആൻഡ് അതർ സോഴ്സസ് അതിലെ യൂണിറ്റ് 12 പോർഷൻ ആയ ക്യാപിറ്റൽ ഗെയിൻസ് ആൻഡ് എക്സംഷൻസ് 12 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള പോർഷൻ ആണ്. ഹൈ റിലവന്റ് ടോപ്പിക് ആണ്. യൂണിറ്റ് 13 ഇൻകം ഫ്രം ഹൈ റിലവന്റ് ആണ്. യൂണിറ്റ് 14 ക്ലബിംഗ് ഓഫ് ഇൻകം സെറ്റ് ഓഫ് ലോസസ് അത് നമുക്ക് 13 പ്രാവശ്യം ചോദിച്ചു കാണുന്നുണ്ട്. ഹൈ റിലവന്റ് ആണ്. ഓൾറെഡി നമ്മൾ കമ്മ്യൂണിക്കേറ്റഡ് ആണ് ഈ ഒരു പോർഷൻസിന്റെ കാര്യം അല്ലെ ക്ലാസ്സിന്റെ ടൈമിൽ. അപ്പൊ അതിൽ നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ ലൈവിന്റെ റിവിഷൻ ക്ലാസ് ഒക്കെ ലൈവ് സ്റ്റുഡൻസ് ആണെങ്കിൽ അതിനകത്ത് നോക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്യാപിറ്റൽ ഗെയിൻസും അല്ലെങ്കിൽ എക്സംഷൻസിന്റെ കേസും ഒക്കെ നമുക്ക് എന്താണ് അന്നേ നമ്മൾ ഇമ്പോർട്ടന്റ് എന്ന രീതിയിൽ തന്നെ പഠിച്ചു പോയേക്കുന്നത് അല്ലെ. അതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ പഠിക്കുക. ബ്ലോക്ക് 5 ടാക്സ് ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ടാക്സ് ലയബിലിറ്റിയുടെ പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ യൂണിറ്റ് 15 ഡിഡക്ഷൻസ് അണ്ടർ ചാപ്റ്റർ 6A 9 പ്രാവശ്യമാണ് ചോദിച്ചിട്ടുള്ളത്. മീഡിയം റിലവന്റ് ആണ്. യൂണിറ്റ് 16 അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽസ് 7 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. മീഡിയം റിലവന്റ് ആണ്. യൂണിറ്റ് 17 അസസ്മെന്റ് ഓഫ് ഫോംസ് അത് 5 പ്രാവശ്യമേ ചോദിച്ചിട്ടുള്ളൂ. മീഡിയം റിലവന്റ് ടോപ്പിക് ആണ്. യൂണിറ്റ് 18 ഫയലിംഗ് ഓഫ് റിട്ടേൺസ് ആൻഡ് ടാക്സ് അതോറിറ്റീസ് 8 പ്രാവശ്യമാണ് ചോദിച്ചിട്ടുള്ളത്. മീഡിയം റിലവന്റ്. യൂണിറ്റ് 19 ഓൺലൈൻ ഫയലിംഗ് ഓഫ് റിട്ടേൺസ് ഓൺലൈൻ ഫയലിംഗ് ഓഫ് റിട്ടേൺസ് എങ്ങനെ ചെയ്യണം എന്നുള്ള സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അത് 4 പ്രാവശ്യമേ ചോദിച്ചിട്ടുള്ളൂ. ലോ റെലവന്റ് 5 താഴെ പ്രാവശ്യമേ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിനെ ലോ റെലവന്റ് എന്ന രീതിയിൽ. യൂണിറ്റ് 20 ലീഡിംഗ് സുപ്രീം കോർട്ട് കേസസ് അത് നമുക്ക് 5 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. കേസ് സ്റ്റഡി എന്ന രീതിയിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതിനെ നമുക്ക് മീഡിയം റിലവന്റ് എന്ന രീതിയിലും പറയാം. ഇങ്ങനെയാണ് നമ്മുടെ ഒരു സിലബസ് ബേസ്ഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് കാറ്റഗറൈസേഷൻ അല്ലെങ്കിൽ റെലവൻസ് ബേസിസിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻസ്. അതായത് 10 പ്രാവശ്യം അതിൽ കൂടുതലോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൈ റിലവന്റ് എന്നും 5 to 9 ആണെങ്കിൽ മീഡിയം എന്നും 5 താഴെ നമ്മൾ ലോ റെലവന്റ് എന്ന രീതിയിലാണ് തിരിച്ചിരിക്കുന്നത്. അതിന്റെ തന്നെ ഒരു ബാർ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഹീറ്റ് മാപ്പും കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അതിനകത്ത്. ദെൻ ഈ ഒരു അനാലിസിന്റെ ബേസിസിൽ അതായത് ടോപ്പിക് വൈസും യൂണിറ്റ് വൈസും നമ്മൾ തിരിച്ചപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു അനാലിസിന്റെ ബേസിസിൽ നമുക്ക് ടോപ്പ് 3 ഹൈ യീൽഡ് ടോപ്പിക്സ് അതായത് ഏറ്റവും ടോപ്പ് 3 ആയിട്ട് മസ്റ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്യേണ്ട 3 ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ സാലറി കമ്പോണൻസ്. അതിനകത്ത് അലവൻസ് ഉണ്ട്, പെർക്വിസിറ്റ്സ് ഉണ്ട്, ഗ്രാറ്റുവിറ്റി ഉണ്ട്. സാലറി കമ്പോണൻസിന്റെ ഈ ഒരു പോർഷൻ നമുക്ക് മസ്റ്റ് ആയിട്ട് കവർ ചെയ്തേ പറ്റത്തുള്ളൂ. 2021 തൊട്ട് 25 ജൂൺ വരെ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിൽ മസ്റ്റ് ആയിട്ട് കമ്പൽസറി ആയിട്ട് വന്നിട്ടുണ്ട്. 20 മാർക്കിന്റെ കമ്പ്യൂട്ടേഷണൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ള അതായത് പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ള ഒരു പോർഷനാണ് സാലറി കമ്പോണൻസ്. മസ്റ്റ് ആയിട്ട് കവർ ചെയ്യണം. ദെൻ സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആൻഡ് കാഷ്വൽ ഇൻകം.
അത് ഫ്രീക്വന്റ്ലി നമുക്ക് ചോദിച്ച് കാണുന്നുണ്ട്. അതിന്റെ അതായത് ഡിഫറൻസ് ഇല്ലേ, ഡിസ്റ്റിങ്ഷൻസും അതുപോലെ തന്നെ ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷൻ പ്രോബ്ലം ക്വസ്റ്റ്യൻസും ഒക്കെ ചോദിക്കുന്നുണ്ട്. അതും മസ്റ്റ് ആയിട്ട് കവർ ചെയ്യുക. Then third one, capital gains and company of income. അതിനകത്തുനിന്ന് നമുക്ക് തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത്. സെഷൻസ് 45 to 55, 60 to 64 എന്ന രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ തിങ്ക് ചെയ്ത് വേണം നമ്മൾ ഈ ഒരു ആൻസേഴ്സ് ഒക്കെ പ്രസന്റ് ചെയ്യാൻ. അപ്പൊ ഇങ്ങനെ 3 ടോപ്പിക്സ് ആണ് ടോപ്പ് 3 ഹയർ ടോപ്പിക്സ് ആയിട്ട് നമുക്ക് ഡിസംബറിലേക്ക് പറയാൻ പറ്റുന്നത്. ഫസ്റ്റ് ആണ് സാലറി കമ്പോണന്റ്, അഗ്രികൾച്ചർ ആൻഡ് ക്യാഷ് ഇൻകം, ക്യാപിറ്റൽ ഗെയിൻസ് ആൻഡ് ക്ലബിംഗ് ഓഫ് ഇൻകം. അതായത് സാലറി കമ്പോണൻസ് പറയുന്ന സമയത്ത് അലവൻസും പെർക്വിസിറ്റ്സും ഗ്രാറ്റുവിറ്റി 3 കാര്യങ്ങളും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് തന്നെ നോക്കേണ്ടി വരുമേ. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ടൈപ്സ് നോക്കാം, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് ഏതൊക്കെയാ വരുന്നതെന്ന് നോക്കാം. ഈ കഴിഞ്ഞ ഒരു 6 പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് നോക്കാം. മെയിൻ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഇതോടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് എന്ന് പറയുന്നത് ഒരു 5 to 6 ടൈപ്സ് ഉണ്ട്. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എസ് അല്ലെങ്കിൽ ലോങ് ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അത് 15 to 20 മാർക്സിനാണ് ടിപ്പിക്കലി ചോദിക്കാറുള്ളത്. 300 to 400 വേർഡ്സിനാണ് സാധാരണ നമ്മൾ അതിന്റെ ആൻസേഴ്സ് പ്രസന്റ് ചെയ്യേണ്ടി വരിക. ദെൻ ന്യൂമറിക്കൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷണൽ പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അതും സെയിം ആയിട്ട് ലോങ് ആൻസേഴ്സിന്റെ പോലെ തന്നെ 15 to 20 മാർക്സിനാണ് സാധാരണ ചോദിച്ചു കാണുന്നത്. ഫുൾ പേജിൽ ആൻസേഴ്സ് ഒക്കെ എഴുതേണ്ടി വരും. സ്റ്റെപ്പ് വൈസ് ആയിട്ട് വർക്കിംഗ് നോട്ട്സ് ഒക്കെ കൊടുത്തു തന്നെ അതിന്റെ ആൻസേഴ്സ് പ്രസന്റ് ചെയ്യാൻ നോക്കും. ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ കൺസെപ്റ്റ് എക്സ്പ്ലനേഷൻ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ 5 to 10 മാർക്സിനാണ് നോർമലി അതിന്റെ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. 120 to 180 വേർഡ്സിന് നമ്മൾ അതിന്റെ ആൻസേഴ്സ് പ്രസന്റ് ചെയ്താൽ മതി. മിക്സഡ് തിയറി ആൻഡ് കമ്പ്യൂട്ടേഷൻ, അതായത് നമുക്ക് ഒരു ക്വസ്റ്റ്യനകത്ത് തന്നെ പാർട്ട് ബൈ പാർട്ട് ആയിട്ടൊക്കെ ചോദിക്കുമല്ലോ, ഒരു തിയറിയും കമ്പ്യൂട്ടേഷനും ഒക്കെ കൂടെ മിക്സപ്പ് ചെയ്ത് അത് 15 to 20 മാർക്സിനാണ് സാധാരണ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണുന്നത്. നമുക്കത് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് 250 to 350 വേർഡ്സിനുള്ളിൽ ടേബിൾസ് ഒക്കെ കൊടുത്ത് നമ്മളത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ നോക്കും. ദെൻ ബ്രീഫ് ആയിട്ടുള്ള ഡെഫിനേഷൻസും ഡിസ്റ്റിങ്ഷൻസും ഒക്കെ വരുന്ന പോർഷൻസ് ഉണ്ട്. അതിന് നമുക്ക് 3 to 5 മാർക്സിനാണ് സാധാരണ വന്ന് കാണുന്നത്. ഒരു 60 to 100 വേർഡ്സിന് അത് പ്രസന്റ് ചെയ്താൽ മതി. അപ്പൊ ഇതിന്റെ ഒരു കേസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പൊ പറഞ്ഞു ഏത് ഓരോന്നും എങ്ങനെയാണ്. അതിനകത്ത് എസ് എ ടൈപ്പ് ആണെങ്കിൽ നമ്മൾ മാർക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിനകത്ത് നമ്മൾ എന്താ കൂടുതലായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക, ഡിസ്കസ് ചെയ്യുക എന്ന രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിച്ചു കാണുന്നത് അല്ലെ. ഈ 20-15 മാർക്ക് അല്ലെങ്കിൽ 20 മാർക്കിന് ചോദിച്ചു കാണുന്നത്. അതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ദെൻ ന്യൂമറിക്കൽ വരുമ്പോൾ നമ്മൾ ആ ഒരു ടേബിൾസും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ദെൻ നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. അതായത് ഓരോ ബ്ലോക്കിനും വരുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് എന്ന് ഇതുവരെ വന്ന് കണ്ടിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിപ്പം നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അതിലെ ബ്ലോക്ക് 1 ഫണ്ടമെന്റൽസിന്റെ പോർഷനിൽ നിന്ന് ആവറേജ് നമ്മുടെ 100 മാർക്സിൽ 18 മാർക്ക്, അതായത് 18% ഓഫ് മാർക്സും ബ്ലോക്ക് 1 പോർഷനിൽ നിന്നും ബ്ലോക്ക് 2 സാലറീസിന്റെ പോർഷനിൽ നിന്ന് 22% മാർക്കും, ദെൻ ബ്ലോക്ക് 3 ഹൗസ് പ്രോപ്പർട്ടി ബിസിനസിന്റെ പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ 20% മാർക്സ് അവൈലബിലിറ്റി, ബ്ലോക്ക് 4 ക്യാപിറ്റൽ ഗെയിൻസ് ആൻഡ് അതർ സോഴ്സസിൽ 23% മാർക്സും, അതേപോലെ ലാസ്റ്റ് ബ്ലോക്ക് ആയ ബ്ലോക്ക് 5 കമ്പ്യൂട്ടേഷൻ ആൻഡ് അസസ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ 70% ആവറേജ് മാർക്സുമാണ് ഈ ഒരു പർട്ടിക്കുലർ ബ്ലോക്കുകളിൽ നിന്ന് വന്നിട്ടുള്ളത്. ആസ് എ ടേബിൾ നമ്മൾ ഇപ്പൊ നോക്കുമ്പോൾ ബ്ലോക്ക് 4 ഏറ്റവും കൂടുതൽ 23% മാർക്സിനുള്ള ക്വസ്റ്റ്യൻസും ബ്ലോക്ക് 2 സാലറീസിന്റെ പോർഷനിൽ നിന്ന് 22% ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഹൗസ് പ്രോപ്പർട്ടിയുടെ ബ്ലോക്ക് 3 ആ ഒരു മോഡലാണ് മാർക്സ് ഇതുവരെ വന്നിട്ടുള്ളത്. അതായത് ഡിസംബർ 2021 തൊട്ട് ജൂൺ 2025 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഈ ഒരു ലെവലിലാണ് മാർക്സ് വന്നിട്ടുള്ളത്. ദെൻ നമുക്കൊരു 10 ഹൈലൈറ്റ്സ് നോക്കാം. അതായത് നമുക്ക് നോർമലി കണ്ടുവരുന്ന നമ്മുടെ എക്സാം ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺസ് നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞപ്പോ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ഇപ്പൊ എക്സാംസിന് ചോദിക്കുന്നത് അത് എങ്ങനെ ആൻസർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഇൻകം ടാക്സിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത് അല്ലെങ്കിൽ അതിൽ ഏതാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് കമ്പ്യൂട്ടേഷണൽ ക്വസ്റ്റ്യൻസ്, അതായത് പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. 40% ക്വസ്റ്റ്യൻസും നേരത്തെ അതിൽ നിന്നായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ
ഇപ്പൊ വന്ന് 32%ഓളം ക്വസ്റ്റ്യൻസേ ചോദിക്കും. അപ്പൊ കമ്പ്യൂട്ടേഷണൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ചാൻസ് കുറഞ്ഞു വന്നിട്ടുണ്ട്. പകരം ഇപ്പൊ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സ്ഡ് ക്വസ്റ്റ്യൻസ്, അതായത് തിയറി പ്ലസ് കമ്പ്യൂട്ടേഷൻ എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിക്കുന്ന ഒരു ടെൻഡൻസി കാണുന്നു വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇനി എക്സ്പെക്ട് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള തിയറി മാത്രം അല്ലെങ്കിൽ പ്രോബ്ലം മാത്രം വിചാരിക്കുന്ന തിയറി പ്ലസ് കമ്പ്യൂട്ടേഷൻ എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്ത് തന്നെ പോകുക, അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസെപ്റ്റ് ഇന്റഗ്രേഷൻ, അതായത് ഷോർട്ട് നോട്ട്സും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരുന്നത് നമുക്ക് എന്താണ് ഒരു ഇൻക്രീസിങ് ടെൻഡൻസി കാണുന്നുണ്ട്. അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ന്യൂമറിക്കൽ പ്രൂഫും ലീഗൽ റെഫറൻസും ഒക്കെ വെച്ചിട്ട് നമ്മൾ എഴുതേണ്ട കാര്യങ്ങൾ എന്താണ് ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട്. അതായത് സെക്ഷൻ 10, സെക്ഷൻ 54, സെക്ഷൻ 80 സീരീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്തുകൊണ്ട് എഴുതേണ്ട എസ്സേസ്, അതായത് നോട്ട്സോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് ചോദിച്ചു കാണുന്ന ഒരു ടെൻഡൻസി കൂടുന്നുണ്ട്. ഷോർട്ട് നോട്ട്സിന്റെ കേസസിൽ ആൻസർ ഇനി 4 എന്ന രീതിയിൽ 5 മാർക്കിന് ചോദിക്കുന്ന ടെൻഡൻസിയും നേരത്തെ 10% ഉണ്ടായിരുന്നത് 12% എന്ന രീതിയിൽ ചെറിയ ഇൻക്രീസ് ഉണ്ടായിട്ട്, അതായത് വലിയ വലിയ എസ്ഐ ക്വസ്റ്റ്യൻസിന് പകരം തിയറി പ്ലസ് കമ്പ്യൂട്ടേഷൻ ക്വസ്റ്റ്യൻസും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ലീഗൽ റെഫറൻസ് സഹിതം അല്ലെങ്കിൽ ന്യൂമറിക്കൽ പ്രൂഫ് സഹിതം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഷോർട്ട് ആണ് നോർമലി ഇപ്പൊ ചോദിച്ചു വരുന്ന ഒരു ടെൻഡൻസി. അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ നല്ലവണ്ണം ശ്രദ്ധിക്കും. നമ്മുടെ ടൈം മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് നമ്മളുടെ ഈ ഒരു പർട്ടിക്കുലർ ഇൻകം ടാക്സിന്റെ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമുക്ക് 3 മണിക്കൂറാണ് എക്സാംസിന് കിട്ടുന്നത്. 100 മാർക്കിന് ക്വസ്റ്റ്യൻസും ആയിരിക്കും. ഈ ഒരു മാർക്സിനെ അല്ലെങ്കിൽ ഈ ഒരു അവേഴ്സിനെ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് എത്ര ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ലോങ് ആൻസേഴ്സ് എന്ന് പറയുന്നത് നോർമലി വരുന്ന ഒരു 25% വെയിറ്റിന്റെ അല്ല വെയിറ്റേജിന്റെ ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും, നമുക്കൊരു എസ് എ ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ അത് അപ്രോക്സിമേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 2 ക്വസ്റ്റ്യൻ, അതിന് ഒരു 45 മിനിറ്റ്സ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് വിടുക. ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിന് സാധാരണ 35% ക്വസ്റ്റ്യൻ മാർക്സും ന്യൂമറിക്കൽ പ്രോബ്ലംസിന്റെ ആയിരിക്കും. അതിനൊരു 60 മിനിറ്റ്സ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് വിടുക. ടോട്ടൽ ഒരു 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. മിക്സഡ് തിയറി പ്ലസ് കമ്പ്യൂട്ടേഷൻ ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പ് പറഞ്ഞ തിയറി ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്ത് വരുന്നത്, അതിനൊരു 30 വെയിറ്റേജ് വരാൻ ചാൻസ് ഉണ്ട്. അതിനൊരു 55 മിനിറ്റ്സ് അതിന് അലോക്കേറ്റ് ചെയ്യുക, ഒരു 2 ക്വസ്റ്റ്യൻ എന്ന രീതിയിലും. അതേപോലെ ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ ഡെഫിനേഷൻസ് എന്ന് പറയുന്നത് നോർമലി 10 വെയിറ്റേജിനാണ് സാധാരണ വരാൻ ചാൻസ്. അപ്പൊ നമുക്ക് എന്താണ് 20 മിനിറ്റ്സ് അതിന്, അതായത് 4x5 മാർക്സിനായിരിക്കുമല്ലോ വരുന്നത്. ആൻസർ ഇനി 4 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞുകൊണ്ട് 5 മാർക്കിന്റെ നമുക്കൊരു 20 മിനിറ്റ്സ്. ഇങ്ങനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മളുടെ ടൈമിനെ അഡ്ജസ്റ്റ് ചെയ്ത് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സാംസ് നല്ല നീറ്റായിട്ട് കറക്റ്റ് പ്രോപ്പർ ടൈമിൽ തീർക്കാനും നമുക്ക് ലാസ്റ്റിൽ അതൊന്ന് റെഫർ ചെയ്യാൻ, അതായത് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എഴുതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിട്ടുപോയോ, ആൻസർ ഇനി 5 അല്ലെങ്കിൽ ആൻസർ ഇനി 4 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയിട്ടാണ് നമ്മൾ അറ്റൻഡ് ചെയ്തേക്കുന്നത്. നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്സോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കറക്ഷൻ വരുത്തേണ്ടതുണ്ടോ, അങ്ങനത്തെ കുറെ 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 കാര്യങ്ങൾ നമുക്ക് റീചെക്ക് ചെയ്യാനുള്ള ഒരു ടൈം നമുക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. ദെൻ നമുക്ക് റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് നോക്കാം. റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പൊ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസും അത് ഏത് ബ്ലോക്കാണോ അല്ലെങ്കിൽ എത്രത്തോളം അപ്പിയർ ചെയ്യുന്നുണ്ട് എന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, അതായത് ഡിസ്കസ് അഗ്രികൾച്ചർ ഇൻകംസ് ആൻഡ് ഇറ്റ്സ് ടൈപ്സ്, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ അഗ്രികൾച്ചർ ആൻഡ് പാർട്ട്ലി അഗ്രികൾച്ചർ ഇൻകം. അതായത് നമുക്ക് എന്താണ് അഗ്രികൾച്ചർ ഇൻകവും അതിന്റെ ടൈപ്സും ഡിസ്കസ് ചെയ്യണം. അതുപോലെ തന്നെ അഗ്രികൾച്ചറും പാർട്ട്ലി അഗ്രികൾച്ചർ ഇൻകം തമ്മിൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യണം. 2 ക്വസ്റ്റ്യൻസ് അതിനകത്ത് വന്നിട്ടുണ്ട്. ആ ഒരു പോർഷൻ വരുന്നത് 7 പ്രാവശ്യം നമുക്ക് അപ്പിയർ ചെയ്ത് കാണുന്ന ഒരു റെക്കറിംഗ് ക്വസ്റ്റ്യൻ ആണ്. അതനുസരിച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. Explain the provisions of Income Tax Act regarding gratuity under section 10 subsection 10. അതായത് ഇൻകം ടാക്സ് ആക്ട് അതായത് ഗ്രാറ്റുവിറ്റിയുടെ ബേസിലുള്ള പ്രൊവിഷൻസും കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാനാണ് 6 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ. ഡിഫൈൻ ആൻഡ് കമ്പ്യൂട്ട് ഹൗസ് റെന്റ് അലവൻസ് വിത്ത് എക്സാമ്പിൾ, അതായത് HRAയുടെ എക്സാമ്പിൾസ് സഹിതം നമ്മൾ കമ്പ്യൂട്ടേഷൻ ഡെഫിനിഷനും കാര്യങ്ങളും ഒക്കെ കൊടുക്കുക. എന്താണ് 6 പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ദെൻ എക്സ്പ്ലെയിൻ ദ റൂൾസ് ഫോർ ഡിറ്റർമിനിങ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ആൻഡ് ഇറ്റ്സ് ടാക്സ് ഇംപ്ലിക്കേഷൻസ്, അതായത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യണമെന്നും അതിന്റെ ടാക്സ് ഇംപ്ലിക്കേഷൻസ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. റൂൾസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് നമുക്കൊരു 5 പ്രാവശ്യം ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഡിഫൈൻ ക്യാപിറ്റൽ ഗെയിൻസ് ആൻഡ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ്. ക്യാപിറ്റൽ ഗെയിൻസ് എന്താണോ അതിന്റെ ഷോർട്ട് ടേമും ലോങ് ടേമും എന്താണെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതണം.
5 പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് വാട്ട് ഈസ് ക്ലബിംഗ് ഓഫ് ഇൻകം ആൻഡ് അണ്ടർ വാട്ട് സർക്കംസ്റ്റൻസ് ഡസ് ഇറ്റ് അപ്ലൈ? ക്ലബിംഗ് ഓഫ് ഇൻകം എന്താണെന്നും അത് അപ്ലൈ ചെയ്യുന്ന കേസസ് അല്ലെങ്കിൽ സർക്കംസ്റ്റൻസ് ഏതാണെന്നും നമ്മൾ മെൻഷൻ ചെയ്യണം. അത് 5 പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 7th ക്വസ്റ്റ്യൻ വരുന്നത് compute taxable salary or perquisite valuation for an employee given data set. അത് കുറച്ചുകൂടി ഡാറ്റാസ് കാര്യങ്ങൾ ന്യൂമറിക്കൽ നമ്പേഴ്സ് തന്നിട്ട് അതിൽ നിന്ന് പെർക്വിസിറ്റ് വാല്യുവേഷൻസ് ടാക്സബിൾ സാലറിയുടെ അല്ലെങ്കിൽ പെർക്വിസിറ്റ് വാല്യുവേഷൻ കണ്ടുപിടിക്കാൻ കമ്പ്യൂട്ട് ചെയ്യാനാണ് 5 പ്രാവശ്യം ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. Then 8th question, define annual value and state the deductions allowed from first property. അതായത് ആനുവൽ വാല്യൂ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക, അതിൽ നിന്നുള്ള ഹൗസ് പ്രോപ്പർട്ടിയുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഡിഡക്ഷൻസും കാര്യങ്ങളും ഒക്കെ സ്റ്റേറ്റ് ചെയ്യാൻ, അതായത് മെൻഷൻ ചെയ്യാനുമാണ് 4 പ്രാവശ്യം ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. Then explain capital gain account scheme 1988 with illustration. അതായത് ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അതിന്റെ കൂട്ടത്തിൽ ഒരു ഇലിസ്ട്രേഷനും നമ്മൾ എന്താണ് എക്സാമ്പിൾ പോലെ നമ്മൾ കാണിക്കുകയും വേണം. അത് 4 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലാസ്റ്റ് വൺ, റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ എനി ഫോം. നമുക്ക് ഏതെങ്കിലും താഴെ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും 4 എണ്ണത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കുറച്ച് പോയിന്റ്സ് എന്ന് പറയുന്നത് പാന്, പെർമനന്റ് അക്കൗണ്ട് നമ്പർ ആണ് പാന്, അതെന്താണ് ഏതാണെന്നുള്ളത്. പിന്നെ അതേപോലെ ATG ഡിഡക്ഷൻസിനെ കുറിച്ച് ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ്. ഈ 3 കാര്യങ്ങൾ നോർമലി നമുക്കൊരു 10 പ്രാവശ്യത്തോളം ചോദിച്ചു കാണുന്നുണ്ട്. എപ്പോഴും ചോദിക്കുന്ന ഒരു കുറച്ച് ടോപ്പിക്സ് ആണ്. അത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് തന്നെ പോകാൻ നോക്കുക കേട്ടോ. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വോയ്സിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. നമ്മൾ ഇപ്പം ടോപ്പ് 10 ടോപ്പിക്സ് പറഞ്ഞു. ആ ടോപ്പ് 10 ടോപ്പിക്സ് അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് ഏത് ബ്ലോക്കിലാണ് അല്ലെങ്കിൽ ഏത് യൂണിറ്റിലാണ് നിലവിൽ ഉള്ളത്, അതായത് നിങ്ങൾ ആ ഒരു ടോപ്പിക് ഇനി എവിടാന്ന് തപ്പി കണ്ടുപിടിക്കേണ്ടത് ഏത് ബ്ലോക്ക് ആണ് ഏത് യൂണിറ്റ് ആണ് ഇതിനകത്ത് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ അതിന്റെ ഒരു ആവറേജ് മാർക്കും പറയുന്നുണ്ട്. ഫസ്റ്റ് ടോപ്പിക്കായ അഗ്രികൾച്ചർ ഓർ പാർട്ട്ലി അഗ്രികൾച്ചർ ഇൻകം എന്ന് പറയുന്നത് ബ്ലോക്ക് 1 യൂണിറ്റ് 2 വരുന്ന പോർഷൻ ആണ്. 15 മാർക്കാണ് ആവറേജ് വന്നിട്ടുള്ളത്. ഗ്രാറ്റുവിറ്റി കമ്പ്യൂട്ടേഷൻ ബ്ലോക്ക് 2 യൂണിറ്റ് 5 ആണ്. 15 മാർക്കാണ് ആവറേജ് വന്നിട്ടുള്ളത്. ഹൗസ് സ്റ്റാൻഡേർഡ്സ് അതായത് HRIയുടെ പോർഷൻ വരുന്നത് ബ്ലോക്ക് 2 തന്നെ യൂണിറ്റ് 6 ആണ്. 15 മാർക്കാണ് ആവറേജ് വന്നിട്ടുള്ളത്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ബ്ലോക്ക് 1 യൂണിറ്റ് 3 10 മാർക്സ് ആണ് ആവറേജ് വന്നിട്ടുള്ളത്. ക്യാപിറ്റൽ ഗെയിൻ ബേസിക്സ് ആൻഡ് എക്സംഷൻസ് വരുന്നത് ബ്ലോക്ക് 4 യൂണിറ്റ് 12 ആണ്. 15 മാർക്കാണ് ആവറേജ് വരുന്നത്. ക്ലബിംഗ് ഓഫ് ഇൻകം ബ്ലോക്ക് 4 യൂണിറ്റ് 14 15 മാർക്സ് ആവറേജ്. പെർക്വിസിറ്റ്സ് ആൻഡ് ടാക്സിബിൾ സാലറി വരുന്നത് ബ്ലോക്ക് 2 യൂണിറ്റ് 6 ആവറേജ് മാർക്ക് വരുന്നത് 20 മാർക്സ് ആണ്. ദെൻ ആനുവൽ വാല്യൂ ഓഫ് ഹൗസ് പ്രോപ്പർട്ടി വരുന്നത് ബ്ലോക്ക് 3 യൂണിറ്റ് 8 10 മാർക്സ് ആണ് ആവറേജ് മാർക്സ് വരുന്നത്. ദെൻ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം വരുന്നത് ബ്ലോക്ക് 4 യൂണിറ്റ് 12 ദെൻ ഷോർട്ട് നോട്ട്സ് അതായത് കുറെ പോയിന്റ്സുകൾ തന്നിട്ട് ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത് സാധാരണ എല്ലാ ബ്ലോക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അല്ലെ. 1 to 5 ഏത് ബ്ലോക്കിൽ നിന്ന് വേണമെങ്കിലും ഷോർട്ട് നോട്ട്സിന്റെ പോർഷൻ ചോദിക്കും. ആവറേജ് 20 മാർക്സ് ആണ് സാധാരണ അതിന് വന്ന് കാണുന്നത്. ഇതിന്റെ ബേസിസിൽ നമുക്ക് പറയാൻ പറ്റുക ഒരു സ്ട്രാറ്റജിക് ഒരു അഡ്വൈസ് നിങ്ങൾക്ക് പറയാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു പ്രാക്ടീസ് ചെയ്യുക. നമ്മളുടെ ഈ ഒരു എക്സാമിന് വേണ്ടുന്ന ഒരു ഔട്ട്ലൈൻ ഒക്കെ പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ എനിക്ക് ആൻസർ ചെയ്യാന്നുള്ള ഒരു വെൽ പ്രിപ്പയർഷൻ അല്ലെങ്കിൽ ഒരു പ്രാക്ടീസോടെ മാത്രമേ നമുക്ക് ഇതെന്താണ് കറക്റ്റ് ആയിട്ട് ടൈം മാനേജ് ചെയ്ത് നമ്മളുടെ പ്രോപ്പറായിട്ട് നമ്മുടെ മൈൻഡിനെ സെറ്റ് ചെയ്ത് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 12 മിനിറ്റ് എടുക്കുന്ന രീതിയിൽ എന്താണ് കംപ്ലീറ്റ്ലി അതിന്റെ ഒരു റഫായിട്ട് ആദ്യം നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ആ ക്വസ്റ്റ്യന്റെ ഒരു റഫായിട്ട് അതിന്റെ ആൻസേഴ്സ് ഒക്കെ ഒന്ന് നോക്കി അതെന്താണ് ഏതാണ് ഞാൻ ഇതിനകത്ത് എന്തെല്ലാം പോയിന്റ്സ് ഇതിനകത്ത് ഇമ്പോർട്ടൻസ് ഇൻക്ലൂഡ് ചെയ്യണോ, ഡെഫിനേഷൻ ഇൻക്ലൂഡ് ചെയ്യണോ, എന്താണ് ഞാൻ അതിനകത്ത് ശരിക്കും എഴുതി ഫലിപ്പിക്കേണ്ടതെന്ന് നമ്മളൊരു ഔട്ട്ലൈൻ ഉണ്ടാക്കുക. എന്നിട്ട് അതിനെ എഴുതാൻ മാക്സിമം ചെയ്യുക. എന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കമ്പ്യൂട്ടേഷണൽ ക്വസ്റ്റ്യൻസ്.
അതായത് നമുക്ക് തിയറിയും വരുന്ന പ്രോബ്ലം വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഡ്യുവൽ മോഡിലുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളും വേണ്ടതുണ്ട്. അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ ക്രോസ് ചെക്ക് ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക. ദെൻ കൺസെപ്റ്റുകൾ ചോദിക്കുന്ന കേസിൽ വരുമ്പം അതായത് ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും, ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം, എക്സംഷൻസ് അണ്ടർ സെക്ഷൻ 54 സീരീസ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് ബൂസ്റ്റപ്പ് ചെയ്ത് കൂടുതലായിട്ട് അതിൽ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൂടുതലായിട്ട് അതിനകത്ത് ഒരു കൂടുതലായിട്ട് അതിനകത്ത് മാർക്ക് സ്കോർ ചെയ്യാൻ അല്ലെങ്കിൽ കൂടുതലും ശ്രദ്ധിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ബേസിലുള്ളൊരു പൈ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ബേസിൽ നമുക്കൊരു പ്രോബബിലിറ്റി ടേബിൾ കൊടുക്കാം. പ്രോബബിലിറ്റി ടേബിൾ നോക്കാം. അതായത് ഇത്രയും നമ്മൾ കുറച്ച് അനാലിസിസും കാര്യങ്ങളും നോക്കി അല്ലേ. ആ ഒരു അനാലിസിസിന്റെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് എന്താണ് കൂടുതൽ എടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഏതിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം, അല്ലെങ്കിൽ ഏതാണ് കൂടുതൽ വരാൻ ചാൻസ് എന്ന ഒരു കുറച്ച് കാര്യങ്ങൾ അതിന്റെ പ്രോബബിലിറ്റി ലെവൽ നോക്കാം. അതനുസരിച്ച് നമുക്ക് മുന്നോട്ടുള്ള ഈ ഒരു അപ്കമിങ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനും പറ്റും. അതിലെ ഫസ്റ്റ് വണ്, അതായത് ബ്ലോക്ക് 1-ലെ ഫണ്ടമെന്റൽസ് നോക്കിക്കഴിഞ്ഞാൽ അതിലെ യൂണിറ്റ് 2-ലെ അഗ്രികൾച്ചർ ആൻഡ് പാർട്ട്ലി അഗ്രികൾച്ചർ ഇൻകം എന്ന് പറയുന്നത് 70% പ്രോബബിലിറ്റി ആണ് ആ ഒരു ടോപ്പിക്കിനുള്ളത്. ഹൈ റെലവെന്റ് കാറ്റഗറിയിൽ പറയാം. യൂണിറ്റ് 3-ലെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ടാക്സ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് 60% പ്രോബബിലിറ്റി ആണ്. ദെൻ അതിനകത്ത് വരുന്നത് അതിന് ഹൈ റെലവെന്റ് എന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു അഗ്രികൾച്ചറിന്റെ പോർഷൻ വരുന്നത്. ദെൻ യൂണിറ്റ് 3 റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ടാക്സ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് 60% പ്രോബബിലിറ്റി ഉണ്ട്. മീഡിയം കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്കാണ്. അത്രത്തോളമാണ് അതിന്റെ പ്രോബബിലിറ്റി ലെവൽ വരുന്നത്. ദെൻ എക്സംപ്റ്റഡ് ഇൻകംസ്, അതായത് യൂണിറ്റ് 4-ലെ എക്സംപ്റ്റഡ് ഇൻകംസ് എന്ന് പറഞ്ഞാൽ 40% പ്രോബബിലിറ്റി ആണ് അത് വരാൻ ചാൻസ് ഉള്ളത്. മീഡിയം റെലവെന്റ് ആയിട്ട് പറയാം. ദെൻ ബ്ലോക്ക് 2-ന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ യൂണിറ്റ് 5 ഗ്രാറ്റുവിറ്റി, ലീവ് എൻഗാജ്മെന്റ് ആൻഡ് പെൻഷൻ, ഇത് 80% പ്രോബബിലിറ്റി ഉള്ള ഒരു ടോപ്പിക്കാണ്. ഹൈ റെലവെന്റ് ടോപ്പിക്കാണ്. ദെൻ യൂണിറ്റ് 6-ലെ പെർക്വിസിറ്റ്സ്, HRA അലവൻസസ്, അത് 90% പ്രോബബിലിറ്റി ഉണ്ട്, വരാൻ ചാൻസ് കൂടുതലും. അപ്പം ഹൈ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഹൈ ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ പഠിക്കണം. ദെൻ പ്രൊവിഡന്റ് ഫണ്ട് ആൻഡ് ഡിഡക്ഷൻസ്, അതായത് യൂണിറ്റ് 7-ലെ പോർഷൻ ആണ് ATC. അത് 50% പ്രോബബിലിറ്റി ആണ് ഉള്ളത്. മീഡിയം റെലവെന്റ് ആണ്. അപ്പൊ യൂണിറ്റ് 2-ലെ രണ്ട് കാര്യങ്ങൾ, അതായത് ഗ്രാറ്റുവിറ്റിയുടെ പോർഷൻ 80%ഓളം വരാൻ ചാൻസ് ഉള്ളതും പെർക്വിസിറ്റിന്റെ പോർഷൻ 90%ഓളം വരാൻ ചാൻസ് ഉള്ളതുമാണ്. ദെൻ ബ്ലോക്ക് 3 ഹൗസ് പ്രോപ്പർട്ടി ആൻഡ് ബിസിനസ് നോക്കിക്കഴിഞ്ഞാൽ യൂണിറ്റ് 8-ലെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 60% പ്രോബബിലിറ്റി ഉള്ളതും. ദെൻ യൂണിറ്റ് 9 ബിസിനസ് ഇൻകം ആൻഡ് ഡിപ്രീസിയേഷൻ നോക്കിക്കഴിഞ്ഞാൽ 40% പ്രോബബിലിറ്റി ഉള്ള ടോപ്പിക്കാണ്. ദെൻ ബ്ലോക്ക് 4 ക്യാപിറ്റൽ ഗെയിൻസ് ആൻഡ് അതർ സോഴ്സസ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് യൂണിറ്റ് 12 എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻസ് ആൻഡ് എക്സംഷൻസ് 75% പ്രോബബിലിറ്റി, ഹൈ കാറ്റഗറി ലെവലായിട്ട് പറയാൻ പറ്റും. ദെൻ യൂണിറ്റ് 13-ലെ ഇൻകം ഫ്രം അതർ സോഴ്സസ് 55% പ്രോബബിലിറ്റി ഉള്ള ടോപ്പിക്ക്, മീഡിയം റിലവന്റും. യൂണിറ്റ് 14 ഇൻകം ആൻഡ് സെറ്റ് ഓഫ് ലോസസ് നോക്കിക്കഴിഞ്ഞാൽ 70% ഇമ്പോർട്ടൻസ് ഉള്ള അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഉള്ള ടോപ്പിക്കായിട്ട്, ഹൈ റെലവന്റ് ടോപ്പിക്കായിട്ടും പറയാൻ പറ്റും. ദെൻ ലാസ്റ്റ് ബ്ലോക്കായ ബ്ലോക്ക് 5 കമ്പ്യൂട്ടേഷൻ ആൻഡ് അസസ്മെന്റിന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ യൂണിറ്റ് 15 ഡിഡക്ഷൻസ് അണ്ടർ ചാപ്റ്റർ 6A, അതായത് ATC തൊട്ട് ATGGC വരെയുള്ള പോർഷൻസ് 55% പ്രോബബിലിറ്റി ഉണ്ട്, മീഡിയം കാറ്റഗറി ആണ്. യൂണിറ്റ് 16-ലെ അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽസ് 40% പ്രോബബിലിറ്റി ഉണ്ട്, മീഡിയം കാറ്റഗറി ആണ്. Then Unit 18-ലെ റിട്ടേൺ ഫയലിംഗ് ആൻഡ് ടാക്സ് അതോറിറ്റീസ് 35%. Unit 19-ലെ ഓൺലൈൻ ഫയലിംഗ് ഓഫ് റിട്ടേൺസ് 25%. അതേപോലെ തന്നെ യൂണിറ്റ് 20-ലെ സുപ്രീം കോർട്ട് കേസസ് 30% എന്ന രീതിയിൽ ഈ 3 ടോപ്പിക്കും ലോ റിലവന്റ് എന്ന രീതിയിൽ വരുന്നതാണ്. അതായത് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ തുടർച്ചയായിട്ട് എല്ലാ കേസസിലും ചോദിച്ചിട്ടില്ല, പക്ഷെ ചോദിക്കാനുള്ള ടെൻഡൻസി ഉള്ള ടോപ്പിക്കുമാണ്. അപ്പൊ ഇതില് നമ്മളിപ്പോ ഹൈ മീഡിയം ലോ എന്ന് പറഞ്ഞത് അനുസരിച്ച് അത്രത്തോളമാണ് പ്രോബബിലിറ്റി ലെവല് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിൻ്റെതായ ഇമ്പോർട്ടൻസിൽ തന്നെ കവർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തുകൊണ്ട് ഇത് വന്നിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഓരോ പ്രാവശ്യവും നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിലവിൽ ഇപ്പൊ കണ്ടുവരുന്ന ഒരു ടെൻഡൻസി അനുസരിച്ചാണ് നമ്മൾ അതിന് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ
നമ്മൾ കൂടുതൽ പ്രയോറിറ്റി ഉള്ള ഹൈ പ്രയോറിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക്സ് 70% അതിൽ കൂടുതലോ പ്രോബിലിറ്റി വരുന്ന ക്വസ്റ്റ്യൻസിനെ നമ്മൾ ഹൈ പ്രയോറിറ്റി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഹൈ പ്രയോറിറ്റി വരുന്ന ടോപ്പിക്സ് അല്ലെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്ന ടോപ്പിക് എന്ന് വരാൻ ചാൻസ് ഉള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് സാലറി കമ്പോണൻസ്, അതായത് അലവൻസ്, പെർക്യൂസീസ്, ഗ്രാറ്റുവിറ്റി. നമ്മൾ ടോപ്പ് 3യിൽ പറഞ്ഞ ടോപ്പിക് തന്നെയാണ് അഗ്രികൾച്ചർ ആൻഡ് പാർട്ട്ലി അഗ്രികൾച്ചർ ഇൻകം, ക്യാപിറ്റൽ ഗെയിൻസ് ആൻഡ് ക്ലബിംഗ് ഇൻകം. ഇത് ഇത്രയുമാണ് യൂഷ്വലി നമുക്കിത് വരാൻ ചാൻസ് കൂടുതലായിട്ട് ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ളത്. അതിനകത്ത് സ്റ്റഡി സ്ട്രാറ്റജിയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ന്യൂമറിക്കൽ ടെംപ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നിടത്ത് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് വർക്ക്ഔട്ട് ചെയ്ത് തന്നെ നമ്മൾ ഫ്ലാഷ് കാർഡ്സ് ഒക്കെ വെച്ച് യൂസ് ചെയ്ത് പഠിക്കേണ്ടതാണെങ്കിൽ അത് അങ്ങനെ നോക്കി തന്നെ മസ്റ്റായിട്ട് കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക. മീഡിയം പ്രയോറിറ്റി വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് 40-69% പ്രോബിലിറ്റി ഉള്ളതാണ്. അതിനകത്ത് വരുന്ന ടോപ്പിക്സ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് ഡിഡക്ഷൻസ്, സെക്ഷൻ 80 സീരീസ്. അത് ഇത്രയുമാണ് നോർമലി നമ്മൾ മീഡിയം പ്രയോറിറ്റിക്കകത്ത് ഇപ്പൊ കണ്ടത്. അതിനകത്ത് നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് പഠിക്കാനുണ്ട് അല്ലെ. ഓരോന്നിനും ഇൻഡിവിജ്വൽ ആയിട്ട് കുറച്ച് കവർ ചെയ്യേണ്ടതുണ്ട്. അത് അങ്ങനെ നോക്കി കറക്റ്റ് ആയിട്ട് പഠിക്കുക. അതിൽ പ്രത്യേകിച്ച് ടെർമിനോളജി, അതായത് റെസിഡന്റ്, നോൺ റെസിഡന്റ്, പാർട്ട്ലി, ലെറ്റ് ഔട്ട്, അങ്ങനത്തെ കാര്യങ്ങൾ പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക. ദെൻ ലോ പ്രയോറിറ്റി വരുന്നത് 40% താഴെ വരുന്ന ടോപ്പിക്കുകൾ, പ്രോബിലിറ്റി വരുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഓൺലൈൻ ഫയലിംഗ്, അസസ്മെന്റ് പ്രൊസീജിയേഴ്സ്, ജുഡീഷ്യൽ കേസസ്. ഇതൊക്കെയാണ് നമ്മൾ ഒരു 1 പേജ് എന്ന രീതിയിലൊക്കെ അതിനൊരു സമ്മറി വരുന്ന രീതിയിലൊക്കെ എഴുതി തന്നെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ആ പോർഷനും പഠിക്കും. ഇത് ഇത്രയുമാണ് നമ്മളുടെ ഒരു ഡീറ്റെയിൽഡ് ഇൻ അനാലിസിസും അതിന്റെ ഒരു പ്രോബബിലിറ്റി ലെവൽ ടേബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു അനാലിസിസിന്റെ ബേസിസിൽ നമുക്കൊരു മോക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന രീതിയിൽ ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ലാസ്റ്റിൽ ഉണ്ടെന്ന് പറഞ്ഞു. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നമ്മൾ യൂഷ്വൽ ആ ഒരു ക്വസ്റ്റ്യൻസിന് കാണുന്ന സെയിം ഫോർമാറ്റിൽ തന്നെ, അതായത് 3 hours വരുന്ന മാക്സിമം 100 മാർക്സ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ആൻസർ അറ്റംപ്റ്റ് എനി 5 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഓൾ ക്വസ്റ്റ്യൻസ് ക്യാരി ഈക്വൽ മാർക്സ്. അതായത് കുറെ ഓപ്ഷൻസ് ഉണ്ട്, അതിൽ നിന്ന് ഏതെങ്കിലും നമുക്ക് ബെസ്റ്റ് ആയിട്ട് അറിയാവുന്ന 5 എണ്ണം മാത്രം ആൻസർ ചെയ്താൽ മതി. അതിന് ഈക്വൽ മാർക്സ്, അതായത് ഓരോന്നിനും 20 മാർക്ക് വെച്ചായിരിക്കും. അപ്പം ഇതിൽ നമുക്ക് പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എയും ബിയും പാർട്ട് ഉണ്ട്. അതായത് എ പാർട്ടിൽ വരുന്നത് എക്സ്പ്ലെയിൻ ദ broad mechanism of income taxation in India with reference to the concepts of person, previous year, assessment year, and total income. Why is the distinction between previous year and assessment year very important for charge of tax? നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്താണ്, ആദ്യം നമ്മൾ അനാലിസിസ് സിലബസ് ബേസ്ഡ് ആയിട്ട് നോക്കിയൊരു ടോപ്പിക്കാണ് ഈ അസസ്മെന്റ് ഇയറും പ്രീവിയസ് ഇയറിന്റെ ഒക്കെ പോർഷൻ അല്ലേ. അപ്പൊ അത് എന്താണെന്നും ഏതാണെന്നും അതിന്റെ കൺസെപ്റ്റ്സ് കൊടുക്കുക, പിന്നെ അതിന് എന്തുകൊണ്ട് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു എന്നുള്ള അതിന്റെ ഒരു ഇമ്പോർട്ടൻസും കാര്യങ്ങളും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. വൈ എന്ന രീതിയിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ സ്റ്റേറ്റ് ചെയ്ത് ആൻസേഴ്സ് പ്രസന്റ് ചെയ്യുക. B പാർട്ടിൽ വിത്ത് suitable illustrations distinguish between agriculture income and partly agriculture income and non-agriculture income. Discuss briefly how agriculture income is integrated with non-agriculture income for relief purpose in case of an individual. നമ്മൾ അഗ്രികൾച്ചറിന്റെ പോർഷൻ പറഞ്ഞില്ല, അതിനകത്ത് ഡിഫറൻഷിയേഷനും ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്രീഫ്ലി എങ്ങനെയാണെന്ന് അത് ഇന്റഗ്രേറ്റ് ചെയ്തെന്നുള്ള ഒരു എക്സ്പ്ലനേഷനും ചോദിച്ചിട്ടുണ്ട്. അത് കൊടുക്കുക. രണ്ടിന് 10 മാർക്ക് വെച്ച് 20 മാർക്കാണ് ടോട്ടൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉള്ളത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് ഡിഫൈൻ സാലറി അണ്ടർ ദ ഇൻകം ടാക്സ് ആക്ട്. ഡിസ്കസ് ബ്രീഫ്ലി ദ മെയിൻ കൺസെപ്റ്റ്സ് യൂഷ്വലി ഇൻക്ലൂഡഡ് ഇൻ സാലറി സച്ച് ആസ് ബേസിക് പേ, ഡിയർനസ് അലവൻസ്, ബോണസ് ആൻഡ് പ്രോഫിറ്റ്സ് ഇൻ യുവർ സാലറി. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. അതിന്റെ സെക്കൻഡ് പാർട്ട് വരുന്ന ബിയിൽ ചോദിച്ചിരിക്കുന്നത് മിസ് Ria is employed in a private company at Kolkata. During the previous year 2024-25, the following particulars related to her salary. അതായത് ഒരു റിയ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ഒരു പ്രീവിയസ് ഇയർ 2024-25 വരുന്ന അന്നേരം എന്താണ് കൊൽക്കത്ത ഒരു കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. അയാളുടെ ആ ഒരു വ്യക്തിയുടെ ബേസിക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. സാലറിയുമായിട്ട് റിലേറ്റ് ചെയ്ത ബേസിക് സാലറി 42,000 per month. Then dearness allowance 20% of basic salary, and their DA forms part of retirement benefits. പിന്നെ ഹൗസ് റെന്റ് അലവൻസ് പറയുന്നുണ്ട് 18,000 per month. അതിനകത്ത് റെന്റ് പെയ്ഡ് ഫോർ എ ഹൗസ് ഈസ് കൊൽക്കത്ത ഇൻ കൊൽക്കത്ത 20,000 per month ആണ്. എന്റർടൈൻമെന്റ് അലവൻസ് പറയുന്നുണ്ട് 2,000 per month ആണ്. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു
റെക്കഗ്നൈസ്ഡ് PF എന്ന് പറയുന്നത് 40% ഓഫ് ബേസിക് സാലറിയാണ് പറഞ്ഞിട്ടുണ്ട്. ഹൗസ് റെന്റ് അലവൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആക്ച്വലോ എന്താണ് സ്റ്റാൻഡേർഡ് വാല്യൂ ഒക്കെ ഉള്ള കുറച്ച് ഇതില്ലേ, അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി കൊൽക്കത്തയിലാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ വെക്കേണ്ട സ്ലാബും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നോക്കി തന്നെ ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്യുക. ദെൻ എംപ്ലോയീസ് ഓൺ കോൺട്രിബ്യൂഷൻ ടു RPF പറയുന്നത് 12% ഓഫ് ബേസിക് സാലറി ആണ്. നമ്മൾ ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇൻകം ഫ്രം സാലറി കണ്ടുപിടിക്കണം റിയയുടെ, അതേപോലെ തന്നെ ഡിഡക്ഷൻസ് ഇഫ് എനി അലൗബിൾ അണ്ടർ ദ ഹെഡ് ഓഫ് സാലറീസ്. സാലറീസിന്റെ അണ്ടർ 2025-26 എന്തെങ്കിലും ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ അതും നമ്മൾ കാണിക്കേണ്ട കേസ് ഉണ്ട്. 6+4 എന്ന രീതിയിലാണ് മാർക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ പ്രോബ്ലം ക്വസ്റ്റ്യന് 14 മാർക്സ് ആണ്. അതനുസരിച്ചുള്ള സ്റ്റെപ്സും കാര്യങ്ങളും കൊടുത്ത് തന്നെ നോക്കുക. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ വരുന്നത് 2 പാർട്ടായിട്ടാണ്. എ പാർട്ടിൽ വരുന്നത് എക്സ്പ്ലെയിൻ ദ ടാക്സ് ട്രീറ്റ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ബൈ ആൻ എംപ്ലോയി ഓൺ റിട്ടയർമെന്റ്. Then distinguish between cases where the employee is covered and not covered by the Payment of Gratuity Act 1972. Then അതേപോലെ സെക്കൻഡ് പാർട്ടിൽ വരുന്നത് Mr. They not covered by the Payment of Gratuity Act returns on 31st December 2024 after 32 years and 7 months of services from a private company. At the time of retirement, his last drawn monthly emoluments were basic salary 36,000, yearness allowance forming part of the retirement benefits 9,000. He receives gratuity of rupees 7,50,000. Determine the amount of gratuity exemption and taxable for average assessment year 2025-26. 2025-26 എന്തൊക്കെ കണ്ടുപിടിക്കണം? എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി കണ്ടുപിടിക്കണം, എക്സംഷൻ കണ്ടുപിടിക്കണം, പിന്നെ ടാക്സബിൾ ആയിട്ടുള്ളതും കണ്ടുപിടിക്കണം. തേർഡ് ക്വസ്റ്റ്യനിൽ എ പാർട്ടിന് 10 മാർക്ക്, ബി പാർട്ടിന് 10 മാർക്ക് എന്ന രീതിയിൽ 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്താണ്. ഡിഫൈൻ ആനുവൽ വാല്യൂ ഓഫ് ഹൗസ് പ്രോപ്പർട്ടി. ദെൻ എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ഹൗ ആനുവൽ വാല്യൂ ഈസ് ഡിറ്റർമൈൻഡ് ഇൻ റെസ്പെക്ട് ഓഫ് സെൽഫ് ഓക്കുപൈഡ് ഹൗസ് ആൻഡ് ലെറ്റ് ഔട്ട് ഹൗസ്. ദെൻ ബി പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് മിസ്റ്റർ, അതിൽ നമ്മളിപ്പോ കണ്ടുവരുന്നതെല്ലാം നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ തിയറി പ്ലസ് ന്യൂമറിക്കൽ പ്രോബ്ലം ഉള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് അതിന്റെ തന്നെ സെയിം ആനുവൽ വാല്യൂവിനെ കുറിച്ച് ഹൗസ് പ്രോപ്പർട്ടിയുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഒരു തിയറിയും അതിന്റെ തന്നെ സെയിം വരുന്ന ഒരു പ്രോബ്ലം എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോർമലി ഇപ്പൊ ക്വസ്റ്റ്യൻസിന് വന്ന് കാണുന്ന ഒരു ടെൻഡൻസി. ആ ഒരു മോഡലിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു മോക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്നത്. ബിയിൽ ചോദിച്ചിരിക്കുന്നത് ഹൗസ് പ്രോപ്പർട്ടിയുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. മിസ്റ്റർ അർജുൻ ഹൗസ് പ്രോപ്പർട്ടി ഇൻ ജയ്പൂർ. The property consists of 2 equal portions. Portion A is let out for the residential purpose at rupees 22,000 per month throughout the year. The portion B is self-occupied by Mr. Arjun. Other details കൊടുത്തിരിക്കുന്ന മുനിസിപ്പൽ വാല്യുവേഷൻ വരുന്നത് ഹോൾ പ്രോപ്പർട്ടിക്ക് 3,60,000 പെർ ആനമാണ്. ദെൻ ഫെയർ റെന്റ് പറയുന്നത് ഹോൾ പ്രോപ്പർട്ടിക്ക് 3,90,000 പെർ ആനമാണ്. സ്റ്റാൻഡേർഡ് റെന്റ് പറയുന്നത് ഹോൾ പ്രോപ്പർട്ടിക്ക് 3,30,000 പെർ ആനമാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എയും ബിയുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യണം? സെൽഫ് ഓക്കുപൈഡ് ആണെങ്കിൽ വരുന്ന കണ്ടീഷൻസ് ഉണ്ട്, അടുത്തത് ലെറ്റ് ഔട്ട് ചെയ്താൽ വരുന്ന കണ്ടീഷൻസ് ഉണ്ട്, ഹോൾ പ്രോപ്പർട്ടിയിലാണ് മുനിസിപ്പൽ വാല്യൂഷനും കാര്യങ്ങളും എല്ലാം പറഞ്ഞു. അപ്പൊ അതിന്റെ എല്ലാം എങ്ങനെ ഡിവൈഡ് ചെയ്യണം എന്നുള്ള എല്ലാം കറക്റ്റ് ആയിട്ട് നോക്കി തന്നെ ചെയ്യുക. മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് 12% ആണെന്ന് പറയുന്നുണ്ട്, അത് ഓണർ പേ ചെയ്യുന്നതെന്നും പറയുന്നുണ്ട്. ദെൻ കേസസിൽ നമ്മൾ കമ്പ്യൂട്ട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഓഫ് മിസ്റ്റർ അർജുൻ ഫോർ ആവറേജ് അസസ്മെന്റ് ഇയർ 2025-26. 2025-26 എന്ത് ചെയ്യണം? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി നമ്മൾ കണ്ടുപിടിക്കണം. 8+12 മാർക്സ് ആണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പ്രോബ്ലത്തിന് 12 മാർക്കാണ് വരുന്നത്. അതിൻ്റെതായ ഇമ്പോർട്ടൻസിൽ തന്നെ സ്റ്റെപ്സ് കൊടുത്ത് കറക്റ്റ് ആയിട്ട് ആ ഫോർമാറ്റ് ഒക്കെ നോക്കി തന്നെ ചെയ്യുക കേട്ടോ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ വരുന്നത് എക്സ്പ്ലെയിൻ ദ ടേം ക്യാപിറ്റൽ അസറ്റ്, differentiate between short-term capital asset and long-term capital asset and state how capital gains are computed for each. Feel വരുന്നത് Mrs. Meera purchased listed equity shares of a company on 15th July 2018 for 3,20,000 through a recognized stock exchange STT paid. She sells the shares on 20th August 2024 for 7,80,000 STT paid. During the year, she also sells a residential house held for more than 36 months and invests her net consideration in a new residential house, satisfying the conditions of Section 54. Assuming
entire capital gain on the house is exempt under Section 54. Compute taxable capital gain on transfer of shares and head of income under which it is chargeable. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ അസറ്റിന്റെ പോർഷൻ നല്ലപോലെ നോക്കണം. അതിൽ നിന്ന് ഇക്വിറ്റി ഷെയർസിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് കൊടുത്ത കാര്യം പറയുന്നുണ്ട്, പുതിയ റെസിഡൻഷ്യൽ ഹൗസ് മേടിച്ച കാര്യം പറയുന്നുണ്ട്. ഇവരുടെ കേസിലെല്ലാം വരുന്ന നമ്മളുടെ ആ ഒരു റൂൾസും കാര്യങ്ങളെല്ലാം നോക്കി തന്നെ അതിന്റെ ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്യുക. എ പാർട്ടിനും ബി പാർട്ടിനും 10 മാർക്ക് വെച്ചിട്ടാണ് മാർക്ക് വന്നിട്ടുള്ളത്. 6th ക്വസ്റ്റ്യൻ വരുന്നതും ഡിവൈഡ് ചെയ്തിട്ടാണ്. ഫസ്റ്റ് വൺ വരുന്നത് വാട്ട് ഈസ് മെൻ ബൈ ക്ലബിംഗ് ഓഫ് ഇൻകം, സ്റ്റേറ്റ് ദ ജനറൽ പ്രിൻസിപ്പിൾസ് ഗവേണിംഗ് ക്ലബിംഗ് ആൻഡ് explain briefly any 3 situations in which income of one person is included in the total income of another person. B പാർട്ടിൽ വരുന്നത് from the following information compute the gross total income of Mr. Karan for assessment year 2025-26. തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് നോക്കാം. ബിസിനസ് ഇൻകം തന്നിട്ടുണ്ട് ആഫ്റ്റർ ചാർജിങ് interest to his minor son's deposit 4,50,000. Interest credited on minor son's deposit in the business 24,000. Interest on fixed deposit in bank in the same of minor daughter funded by Karan. അത് 18,000 ആണ്. Income from house property computed 96,000. Long term capital gain 90,000. Assume that the minors do not have any income from manual work or applications of their own skill. 6 മാർക്കും 8 plus 12 മാർക്സ് ആണ് വന്നിരിക്കുന്നത്. 12 മാർക്കാണ് ഈ ഒരു പ്രോബ്ലത്തിന് വരുന്നത്. അത് നല്ല രീതിയിൽ സ്റ്റെപ്സ് ഒക്കെ നോക്കി ചെയ്യുക കേട്ടോ. Then 7th ക്വസ്റ്റ്യൻ വരുന്നത് ഡിവൈഡ് ചെയ്ത് explain the structure of deductions under chapter 6A with special reference to sections 80C, 80D and 80G. Give suitable examples of qualifying investments or payments under each section. B പാർട്ടിൽ വരുന്നത് the following details related to the previous year 2024-25 for Sneha, aged 35 years, resident in India ആണ്. തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് ഗ്രോസ് സാലറി ഇൻകം 7,80,000. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ലോസ് ആണ് 40,000. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് സേവിങ്സ് അക്കൗണ്ട് 18,000. Life insurance premium on her own life for 48,000. Contribution to PPF വരുന്നത് 42,000. Medical insurance premium for self and spouse paid by check 32,000. Donation to an approved charitable institution eligible for 50% deduction without qualifying limit 20,000. ഇതിൽ നിന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കമ്പ്യൂട്ട് ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണം, ഡിഡക്ഷൻസ് അണ്ടർ ചാപ്റ്റർ 6A കാൽക്കുലേറ്റ് ചെയ്യണം, ആൻഡ് total income of Miss Neha for assessment year 2025-26 calculate ചെയ്യണം. 8 plus 12 marks ആണ് വന്നിട്ടുള്ളത്. Then 8th question വന്നിട്ടുള്ളത് discuss briefly the different types of assessment under the Income Tax Act 1961 with the particular reference to a self-assessment and best judgment assessment ആണ്. Then B പാർട്ടിൽ വന്നിരിക്കുന്ന ഷോർട്ട് നോട്ട്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഇനി 4 എന്നുള്ള രീതിയിൽ അതിൽ വരുന്ന 4x5 എന്ന രീതിയിൽ തന്നെയാണ് 20 മാർക്സ് വരുന്നത്. നോക്കാം നമുക്ക് ഏതൊക്കെയാണ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ പറയുന്നുണ്ട്. ദെൻ ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻസ്, പെർമനന്റ് അക്കൗണ്ട് നൗൺ പാന്, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്, ദെൻ ബേസിസ് ഓഫ് ചാർജ്, ഇ ഫയലിംഗ് ഓഫ് റിട്ടേൺ, അഡ്വാൻറ്റേജസ്, അതിന്റെ അഡ്വാൻറ്റേജസ്. ഇത് ഇത്രയുമാണ് ഷോർട്ട് നോട്ട്സിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നോർമലി ഷോർട്ട് നോട്ട്സിന് മാത്രമായിട്ടാണ് 4x5 20 മാർക്സ് വരുന്നത്. നെറ്റിന്റെ മാർക്സ് അതിനകത്ത് സബായിട്ട് വേറെയാണ് വരുന്നത്. ഇന്നത്തെ ടൈപ്പ് ചെയ്തപ്പോൾ അല്ലാതാണ് 8 മാർക്കിനാണ് സാധാരണ ഡിസ്കസിന്റെ മേളത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ്. അപ്പൊ ആ രീതി നോക്കിയാൽ മതി. ഷോർട്ട് നോട്ട്സിന് നോർമലി 4 മാർക്സ് ആൻസർ. ഇനി 4 എന്നല്ല പറഞ്ഞിരിക്കുന്നത്, 4x5 5 മാർക്ക് വെച്ചിട്ട് 4 എണ്ണമാണ് 20 മാർക്കിനാണ് ഷോർട്ട് നോട്ട്സ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇത് ഇത്രയുമാണ് നമ്മുടെ ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ മോക്ക് പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ഇത് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പറഞ്ഞിരിക്കുന്ന ടോപ്പ് 5 പോർഷൻസ്, ടോപ്പ് 3 ടോപ്പിക്സ് അല്ലെങ്കിൽ ടോപ്പ് 10 ടോപ്പിക്സ്, അതേപോലെ തന്നെ പ്രോബബിലിറ്റി കൂടുതലുള്ള ഹൈ പ്രയോറിറ്റി വരുന്ന ടോപ്പിക്സ്, ഇതെല്ലാം മസ്റ്റായിട്ട് കവർ ചെയ്ത് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു പോകുക. എല്ലാവർക്കും നല്ലൊരു എക്സാം ആകട്ടെ. ഹാപ്പി ആയിട്ട് ഹോളിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്ന വിഷ് ചെയ്യുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.
നല്ലൊരു റിസൾട്ട് നേടാൻ സഹായിക്കട്ടെ. കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പഠിച്ചാൽ ടെൻഷൻ ഫ്രീ ആയിട്ട് പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. വിഷ് ഓൾ ദി ബെസ്റ്റ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവോയ്സിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.